ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ നമ്മൾക്ക് എല്ലാം നേടാൻ കഴിയുകയുള്ളൂ. ഒന്നും ഈസിയല്ല. ഇത് ഞാൻ പറയാൻ കാരണം, എന്നെ എന്നും കാണാറുള്ള ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ആവണമെന്ന്. ഇത് ഒരു ജോലിക്ക് നിൽക്കുകയാണ്, ചെറിയ ശമ്പളത്തിന്, എനിക്ക് എന്തെങ്കിലും ആവണമെന്ന്. അവൻ പറയുന്നു എന്തെങ്കിലും ആവണം. പക്ഷേ എന്നോട് പറഞ്ഞു ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു ചെയ്യാം. പക്ഷെ അവന്റെ മെന്റാലിറ്റി, അവന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവൻ എന്തെങ്കിലും ആവുമെന്ന്. എല്ലാ കാര്യങ്ങൾക്കും അവനക്ക് മടിയാണ്. ഒരു ചൂട് കൊള്ളുവാനോ അല്ലെങ്കിൽ ഒരു സാധനം എടുത്തു വെക്കുവാനോ എല്ലാത്തിനും മടിയാണ്. മറ്റുള്ളവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കും. എല്ലാ കാര്യങ്ങൾക്കും പിന്നോട്ട് മാറി നിൽക്കും. എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങി ചെയ്യുകയുമില്ല. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കും. എല്ലാത്തിനും മടി പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ നന്നാവാനാണ്? അതുകൊണ്ട് നമ്മൾക്ക് നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എല്ലാ മടിയും മാറ്റിക്കൊണ്ട് മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നന്നാവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഞാൻ വലിയ ആളാവും, ഞാൻ എല്ലാം നേടും, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനാവും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഒരു വ്യക്തിക്ക് ആളെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നണം ഇവൻ എന്തെങ്കിലും ആവും, ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന്. പക്ഷേ ആളെ കാണുമ്പോൾ ഇതിന് ഒന്നിനും പ്രാപ്തിയില്ലാതെ എല്ലാം മടി പിടിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് മറ്റുള്ളവർ സഹായിക്കുക? അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം നന്നാവാൻ വേണ്ടി നോക്കണം. എല്ലാ മടിയും കളഞ്ഞുകൊണ്ട് ആദ്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി തന്നെ വരും. ആ ഹാർഡ് വർക്കിലൂടെ മാത്രമേ നമ്മൾക്ക് വിജയം നേടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാം ഈസി അല്ല. ഹാർഡ് വർക്കും പ്രയത്നവും എല്ലാം ആവശ്യമാണ്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയാൽ മാത്രമേ വിജയം നമ്മൾക്ക് ഉറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ടേക്ക് കെയർ.